ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മളിന്ന് എവിടേക്ക് പോകണമെന്ന് വെച്ചാൽ കുടുംബം എസ്റ്റേറ്റ് കാണാനായിട്ട് പോവാണ്. നല്ലൊരു മഴ പെയ്ത് തോന്നുന്നു നിൽക്കുന്നൊരു ടൈമാണ്. അങ്ങനെ ഞങ്ങൾ എസ്റ്റേറ്റ് കാണാനായിട്ട് പോയി. നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് കണ്ടു. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്കാണ് ഒരു സൗണ്ട് കേട്ടത്. നോക്കിയപ്പോൾ ഇതേ റബ്ബർ തോട്ടത്തിനുള്ളിൽ ഒരു ചെറിയ വാട്ടർഫോൾസ്. അങ്ങനെ ഞങ്ങൾ വണ്ടി വഴിയിലൊക്കെ വെച്ചിട്ട് ഞാൻ ചേട്ടനും കൂടി ഇറങ്ങി. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എനിക്ക് വാട്ടർഫോൾസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് വെള്ളച്ചാട്ടം. അത് എവിടെ കണ്ടാലും എനിക്ക് അതിലൊന്ന് ഇറങ്ങണം, ഒന്ന് ആ വെള്ളത്തിൽ ഒന്ന് കാര്യം നനയ്ക്കുകയെന്ന് വെച്ചാൽ എനിക്ക് വലിയൊരു സമാധാനം കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നമ്മൾ ചേട്ടൻ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞാൽ ഇറങ്ങിയതാണ്. ഇത് ഏതാ സ്ഥലം എന്നൊന്നും എനിക്ക് പറഞ്ഞു തരാറില്ല. കുടുംബം എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിക്കാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് കുഞ്ഞു കുഞ്ഞു അരുവിയായിട്ട് വഴി പോകുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളം കടന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയിട്ട് വേണം നടന്ന് അങ്ങോട്ടേക്ക് വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞങ്ങൾ എൻ്റെ ഈ വെള്ളച്ചാട്ടം അത് ഒഴുകി വരുന്ന ആ ചെറിയ അരുവിയൊക്കെ ക്രോസ് ചെയ്തിട്ട് പോവാണ്. മഴ പെയ്തിട്ടിരിക്കുന്നത് നല്ല തണുത്ത വെള്ളമാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു അരുവിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളത് ക്രോസ് ചെയ്തു ഇനി കുറച്ചും കൂടി നടക്കാനുണ്ട്. ഇവിടെയൊക്കെ പാചകം ചെയ്തിരിക്കുന്നതായിരിക്കാം. അടുപ്പൊക്കെ കൂട്ടിയിരിക്കുന്നുണ്ട്, അടയാളമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ ഉള്ള സ്ഥലമാണ് മനസ്സിലായി. അവിടെ ഒരു അങ്കിൾ നിൽപ്പുണ്ടായിരുന്നു. പുള്ളി ഇപ്പോൾ പോയിട്ടുണ്ട്. എന്തോ റബ്ബർ വെട്ടാൻ രാവിലെ വാട്ടർ ആർട്ടിസ്റ്റ് പുള്ളി അവിടെ ഉണ്ടായിരുന്നു, എന്തായാലും ഇപ്പോൾ പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇങ്ങനെ വെള്ളച്ചാട്ടം കാണാൻ പോയി. അറ്റ് ലാസ്റ്റ് അവിടെ എത്തി. അടിപൊളി ഒരു വെള്ളച്ചാട്ടമാണ്. കുഞ്ഞതാണ് പക്ഷേ ബ്യൂട്ടിഫുള്ളാണ്. എനിക്ക് ഇറങ്ങണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഫുള്ള് തെന്നി കിടക്കുകയാണ്. ഇറങ്ങാൻ കുറച്ച് റിസ്ക് ആയിരുന്നു. തെന്നി അങ്ങനെ പോയാൽ തലയിടിച്ച് കിടക്കും. അങ്ങനെ ചേട്ടൻ പറഞ്ഞ് ഇറങ്ങണ്ട എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ബിയറിൻ്റെ ബോട്ടിൽസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കാലെ കൊണ്ട് കയറുന്നൊക്കെ പേടിച്ച് ഞാൻ പിന്നെ ഇറങ്ങിയില്ല. ഞങ്ങൾ തിരിച്ച് വന്നു, വണ്ടി എടുത്തു. അപ്പോൾ നമ്മുടെ പ്ലാൻ അങ്ങോട്ടായിരുന്നു, കുടുംബം എസ്റ്റേറ്റായിരുന്നില്ല. അപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ തിരിച്ച് പോവാണ്. അങ്ങനെ പിന്നെ മഴ പെയ്ത് തോന്നുന്നു എന്നിട്ട് സ്ഥലമൊക്കെ കാണാനായിട്ട് അങ്ങനെ നേരെ നമ്മൾ കുടുംബം എസ്റ്റേറ്റിലേക്ക് കയറി. ഗൈസ് അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ ചെക്ക് പോസ്റ്റിൻ്റെ സൈഡിൽ കൂടി വഴി ഉണ്ടായിരുന്നു, അതിലേക്ക് കൂടി ഞങ്ങൾ നുഴഞ്ഞ് കയറി. അങ്ങനെ ഇവിടെ നിന്ന് ആ സെക്യൂരിറ്റി നമ്മളോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇങ്ങോട്ടേക്കാണ് കുടുംബം എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ കാണുന്ന സ്ഥലമാണെന്ന് വെച്ചാൽ പതിയെന്ന് പറഞ്ഞു. പക്ഷേ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലം. ആ ഒരു തണുപ്പും ആ മഴ പെയ്ത് കഴിഞ്ഞിട്ട് ആ സൂര്യൻ വന്നതിൻ്റെ ആ ഒരു ചൂടും എല്ലാം കൂടെ കൊണ്ട് സൂപ്പർ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയാണ് സ്ഥലം. ഫുള്ള് ഒരു പൈനാപ്പിൾ തോട്ടം ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു മരമുണ്ട്. അത് ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ട് പിക്കൊക്കെ എടുക്കുന്ന കാണുന്നത് നല്ല ഭംഗിയുണ്ട്. അടിപൊളി പ്ലേസാണ്. എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പോൾ നിങ്ങൾ ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, ഇത് ബാക്ക്ഗ്രൗണ്ട് വരുന്ന രീതിയിൽ. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. പോകുന്ന വഴിക്ക് മഴ പെയ്യാൻ തുടങ്ങി. എങ്ങനെ പോകുന്നതെന്ന് ഓർത്ത് മഴയൊക്കെ തോന്നിട്ട് പോകാൻ പറഞ്ഞ് ഞങ്ങൾ ഇവിടെ കയറി നിന്നു. ഇത് മറ്റേ റബ്ബർ ഷീറ്റൊക്കെ ഉണ്ടാക്കുന്ന ആ സ്ഥലമാണ്. മൊത്തം പൂട്ടിയിട്ടേക്കാണ്. വർക്കിംഗ് ആണോ എന്നൊന്നും അറിയില്ല. ഞങ്ങൾ വണ്ടി ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒരു അങ്കിൾ വന്നു. കുറേ നേരം ഞങ്ങൾ നിൽക്കുന്നുണ്ട്. പുള്ളി വന്നിട്ട് പറഞ്ഞു ഇവിടെ അധികം സമയം നിൽക്കേണ്ട പൊക്കമെന്ന് പറഞ്ഞു. മഴ ആയിക്കഴിഞ്ഞ് പോകാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. പുള്ളി പശുവിനൊക്കെ കൊണ്ട് വന്നതായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങളിങ്ങനെ അത് കേട്ടപ്പോൾ പെട്ടെന്ന് വണ്ടി എടുത്ത് ഞങ്ങൾ ഇറങ്ങി. ഞാൻ പുള്ളിയുടെ പശുവാണ് നിൽക്കുന്നതൊക്കെ. അങ്ങനെ ഞങ്ങൾ വണ്ടി എടുത്ത് ഇറങ്ങി പോകാമെന്ന് വെച്ചു. ഇവിടൊക്കെ എന്താ പറയുക, ചത്ത പോലും മനുഷ്യരറിയില്ല. അങ്ങനെ ഒരു സ്ഥലം കേട്ടോ. ആരുമില്ല, ഒരു മനുഷ്യരില്ല. നമുക്ക് ഒരു ഹെൽപ്പിന് വേണ്ടി നല്ലൊരു വിളിച്ചാൽ പോലും ഇതുപോലെ പ്രേതാലയം പോലും തോന്നുന്ന കുറേ എന്താ പറയുക വീടുകളാണെന്ന് തോന്നുന്നു. അതാണ് ഫുള്ള്. അല്ലാണ്ട് ഇവിടെ ആരുമില്ല. അപ്പോൾ ഇന്നത്തെ ട്രാവലിംഗ് കഴിഞ്ഞു. ബൈ.